നമസ്കാരം, ഞാൻ ഡോക്ടർ അനീന ബെഹനാൻ, ആയുർവേദ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, പ്രതിഥി ആയുർവേദ ഫോർ വിമൻസ് ഹെൽത്ത്. ഇന്ന് സംസാരിക്കുന്നത് മെനാർക്കി അഥവാ ആർത്തവ ആരംഭത്തെക്കുറിച്ചാണ്. കൗമാര പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയിലെ ആദ്യത്തെ ആർത്തവ ചക്രത്തെയാണ് മെനാർക്കി എന്ന് പറയുന്നത്. അതായത് ഒരു കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് മുതിർന്നവളിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ പ്രധാന ഘട്ടമാണ് മെനാർക്കി. അവിടെ അവൾ ശാരീരികമായും വൈകാരികമായും പക്വത പ്രാപിക്കുന്നു. ആർത്തവാരംഭം ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ക്ഷമതയെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണയായി 10 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ ആദ്യ ആർത്തവം സംഭവിക്കാം. സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ, ഭക്ഷണക്രമം അഥവാ പോഷകാഹാര നില, വ്യായാമം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതുപോലെ ജനറ്റിക്സ്, ഈ ഘടകങ്ങളെല്ലാം ആശ്രയിച്ച് ആദ്യ ആർത്തവത്തിൻ്റെ പ്രായം വ്യത്യസ്തപ്പെട്ടിരിക്കാം. മെനാർക്കി അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ് പല ഘട്ടങ്ങളായി ശരീരത്തിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് തിലാർക്കി എന്ന് പറയുന്നത്, അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. ഇത് സാധാരണഗതിയിൽ 8 വയസ്സിന് ശേഷമാണ് ആരംഭിക്കുന്നത്. അതിനുശേഷമുള്ള സ്റ്റേജാണ് പ്യുബാർക്കി അഥവാ പ്യൂബിക് ഹെയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന സ്റ്റേജാണ്. ഗുഹ്യഭാഗങ്ങളിലും കക്ഷത്തിലും രോമ വളർച്ച ഉണ്ടാകും. പിന്നീട് ഒരു ഗ്രോത്ത് സ്പേർട്ട് ഉണ്ടാകും, അതായത് പെട്ടെന്ന് ഒരു ശരീര വളർച്ചയുണ്ടാകും. ഈ ഒരു സമയത്താണ് കുട്ടിയുടെ പീക്ക് ഹൈറ്റ് വെലോസിറ്റി, അതായത് ഈ ഒരു സമയത്ത് അവൾ വേഗം ഉയരം വയ്ക്കുന്നു. അതിനും ഏതാണ്ട് 6 മാസത്തിന് ശേഷമാണ് മെനാർക്കി അഥവാ ഫസ്റ്റ് പീരീഡ്സ് വരുന്നത്. ആദ്യ ചക്രങ്ങൾ സാധാരണയായി ഇറഗുലർ ആയിട്ടുള്ള അനോവുലേറ്ററി സൈക്കിൾസ് ആയിരിക്കും. അതായത് കൃത്യമായ ഡേറ്റിൽ പീരീഡ്സ് വരണമെന്നില്ല, അതുപോലെ അണ്ടോൽപാദനം നടക്കുകയുമില്ല. അതുപോലെ തന്നെ ബ്ലീഡിംഗ് അഥവാ രക്തസ്രാവത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കാം. സമീപകാലത്തായി വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏർലി മെനാർക്കി. അതായത് 10 വയസ്സിന് മുൻപേ ആദ്യ ആർത്തവം വരുന്നതിനെയാണ് ഏർലി മെനാർക്കി എന്ന് പറയുന്നത്. ഏർലി മെനാർക്കി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സമ്മർദ്ദകരമായ കുടുംബ സാഹചര്യങ്ങൾ ഒരു കാരണമാണ്. അതുപോലെ 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ അനിമൽ പ്രോട്ടീൻസ് അഥവാ ബ്രോയിലർ ചിക്കൻ പോലെയുള്ള അനിമൽ പ്രോട്ടീൻസ് കൂടുതൽ അളവിൽ കഴിക്കുകയും അതേസമയം വെജിറ്റബിൾ പ്രോട്ടീൻ്റെ അളവ് ആഹാരത്തിൽ കുറയുകയും ചെയ്യുന്നത് ആർത്തവം നേരത്തെയാക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ ചില കോസ്മെറ്റിക് ഐറ്റംസിലുള്ള കെമിക്കൽസിനോടുള്ള എക്സ്പോഷറും മെനാർക്കി നേരത്തെയാവാനുള്ള കാരണമായേക്കാം. ഇനി ഏർലി മെനാർക്കിയുടെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ശരീരത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല. തന്മൂലം പലവിധമായ മാനസിക പിരിമുറുക്കങ്ങളും ഇതേ തുടർന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായി മെനാർക്കിക്ക് ശേഷം ലീനിയർ ഗ്രോത്ത് കുറയും. പ്യുബാർക്കി സ്റ്റേജിന് ശേഷം ഒരു ഗ്രോത്ത് സ്പേർട്ട് എന്നൊരു സ്റ്റേജ് പറഞ്ഞു അല്ലേ? ആ ഒരു സമയത്താണ് ഒരു പെൺകുട്ടിയുടെ പീക്ക് ഹൈറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഒരു കുട്ടിയുടെ പേരൻസിൻ്റെ ആവറേജ് ഹൈറ്റ് അനുസരിച്ച് ആ കുട്ടി 10 മുതൽ 12 വയസ്സിനിടയിൽ അറ്റൈൻ ചെയ്യുന്ന ഒരു മാക്സിമം ഹൈറ്റ് ഉണ്ട്. ആ ഒരു ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നത് ഈ ഗ്രോത്ത് സ്പേർട്ട് സ്റ്റേജിലാണ്. മെനാർക്കി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ലീനിയർ ഗ്രോത്ത് കുറയും. അതായത് ഏർലി മെനാർക്കി ആകുന്ന പെൺകുട്ടികളിൽ നോർമലി ഉണ്ടാകേണ്ട ഒരു ഹൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇനി എന്താണ് ലേറ്റ് മെനാർക്കി എന്ന് നോക്കാം. 15 വയസ്സിനോ അതിന് ശേഷമോ പീരീഡ്സ് ആകുന്നതിനെയാണ് അല്ലെങ്കിൽ ആദ്യ ആർത്തവം സംഭവിക്കുന്നതിനെയാണ് ലേറ്റ് മെനാർക്കി എന്ന് പറയുന്നത്. തിലാർക്കിക്കും മെനാർക്കിക്കും ഇടയിൽ ഒരു 3 വർഷത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടെങ്കിൽ അതിനെയും ലേറ്റ് മെനാർക്കി എന്ന് പറയാം. അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം 3 വർഷമായിട്ടും ആ കുട്ടി പീരീഡ്സ് ആയിട്ടില്ല എങ്കിൽ അതിന് ലേറ്റ് മെനാർക്കി എന്നാണ് പറയുന്നത്. മെനാർക്കി ലേറ്റ് ആകുന്നവരിൽ ബോൺ മിനറൽ ഡെൻസിറ്റി, അതായത് എല്ലുകളിലുള്ള ധാതുക്കളുടെ സാന്ദ്രത കുറയാൻ സാധ്യതയുണ്ട്. തന്മൂലം ഓസ്റ്റിയോപോറോസിസും ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. ഇതിനെല്ലാം മൂല കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. വേണ്ട വിധത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ആഹാരം കൂടുതൽ കഴിക്കുന്നത്, വ്യായാമമില്ലാതിരിക്കുന്നത്, അമിതമായ സ്ട്രെസ്സ്, ഇവയെല്ലാം ആണ് ഈ മെനാർക്കി ലേറ്റാക്കുന്നതും നേരത്തെയാക്കുന്നതും. ഇനി ആർത്തവാരംഭത്തിലെ ആഹാര കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
ഏറ്റവും പ്രധാനം പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നത് തന്നെയാണ്. പ്രോട്ടീൻ, അയൺ, സിങ്ക്, കാൽസ്യം ഇവ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് കൃത്യസമയത്ത് വിശപ്പിനനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിളർച്ചാ പ്രശ്നങ്ങൾ തടയുന്നതിനും ഹീമോഗ്ലോബിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അയൺ വളരെ അത്യാവശ്യമാണ്. നട്ട്സ്, ഈന്തപ്പഴം മുതലായവ പതിവായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അയൺ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഈ അയൺ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനായിട്ട് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക മുതലായവ അയൺ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനായിട്ട് സഹായിക്കുന്നു. റാഗി, മുട്ട, പാലുൽപ്പന്നങ്ങൾ മുതലായ കാൽഷ്യം റിച്ച് ആയിട്ടുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉയരവും ഭാരവും വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ്. എരിവ്, പുളി, ഉപ്പ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും വേണം. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം ചെറു ചൂടോടെ നന്നായി ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. വയറുവേദന, വൊമിറ്റിംഗ് എന്നീ പേരുകൾ പറഞ്ഞ് പലരും ഫുഡ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കൃത്യസമയത്ത് പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക. ഇതിനോടൊപ്പം വ്യായാമവും ശീലമാക്കേണ്ടതാണ്. യോഗ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. തിലാർക്കി സ്റ്റേജ് മുതൽ വ്യായാമം ശീലമാക്കേണ്ടതാണ്. ആദ്യ ആർത്തവ ദിനങ്ങളിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ആദ്യ ആർത്തവ സമയത്തും അതിനുശേഷവും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെനാർക്കി എന്ന വിഷയത്തെക്കുറിച്ച് പേരൻസ് കുട്ടിയോട് തുറന്ന് സംസാരിക്കുകയും കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭയമോ തെറ്റായ വിവരങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുകയും വേണം. സ്ഥാനവളർച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2 മുതൽ 3 വർഷം വരെ കഴിഞ്ഞാൽ ആർത്തവം ഉണ്ടാകുമെന്നും അത് വളർച്ചയുടെ ഭാഗമാണെന്നും സാധാരണമായ ഒരു പ്രക്രിയയാണെന്നും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തിലാർക്കി അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് 8 വയസ്സിന് മുൻപേ തുടങ്ങുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പീഡിയാട്രിഷ്യനെ കണ്ട് വേണ്ട അഡ്വൈസ് തേടേണ്ടതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ ഹൈജീൻ. ആർത്തവ ദിനങ്ങളിൽ പാഡ് കൃത്യസമയത്ത് മാറുക. രക്തസ്രാവം കുറവാണെങ്കിൽ പോലും 6 മണിക്കൂറിനപ്പുറം പാഡോ കോട്ടൺ തുണിയോ ഉപയോഗിക്കാതിരിക്കുക. കോട്ടൺ തുണി വൃത്തിയായി കഴുകി വെയിലത്തിട്ടുണക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവർ അത് നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 12 മണിക്കൂർ ആകുമ്പോഴേക്കും ഇതിലേതാണോ ആദ്യം വരുന്നത് അപ്പോൾ വൃത്തിയാക്കണം. പീരീഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല എല്ലായ്പ്പോഴും കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വകാര്യ ഭാഗത്തെ രോമ വളർച്ച നീക്കം ചെയ്യണം. ആർത്തവ സമയത്ത് പാഡ് മാറ്റാനും മറ്റുമുള്ള ബുദ്ധിമുട്ടിൻ്റെ പേര് പറഞ്ഞ് കൃത്യസമയത്ത് മൂത്രമൊഴിക്കാതെ മൂത്രം പിടിച്ചു വയ്ക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട്. അതൊരിക്കലും നന്നല്ല. ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ആർത്തവ ആരംഭത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസും മറ്റു ബുദ്ധിമുട്ടുകളും മാനേജ് ചെയ്യുന്നതിനും തുടർന്ന് അങ്ങോട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനും ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ ഒരു രജിസ്റ്റേർഡ് ആയുർവേദ പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്താൽ വ്യക്തിഗതവും കാലാനുസൃതവുമായിട്ടുള്ള ഭക്ഷണക്രമവും ജീവിതശൈലി നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. താങ്ക് യു.